എടാ നീ റെഡി ആണല്ലേ അല്ലേ? ഞാൻ റെഡിയാണ്. അച്ചു, ഞാൻ ദർശനെ വിളിക്കാൻ പോവാണ്. അണ്ണാ നിങ്ങൾ ധൈര്യമായിട്ട് വിളി. ഞാൻ വിചാരിക്കും പോലെ വീഡിയോ കിട്ടി കഴിഞ്ഞാൽ സാധനം കയറി അങ്ങ് പോകും. നിങ്ങൾ ധൈര്യമായിട്ട് വിളി. ഞാൻ ക്യാമറ സെറ്റ് വെച്ചിട്ടുണ്ട്. തുടങ്ങും. ഹലോ. ഹലോ ദർശന, ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച. നമ്മുടെ അജു ഇല്ലേ, അവൻ ഒരു തായ്ലാൻഡ് ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ തന്നെ എനിക്ക് പോകണം. തായ്ലൻഡോ? എന്തിനാ പെട്ടെന്ന്? അവന്റെ കല്യാണമല്ലേ അടുത്ത മാസം. അപ്പോൾ ഒരു ബാച്ചിലർ ട്രിപ്പും പരിപാടിയൊക്കെ ആയിട്ടുള്ളൊരു പ്ലാനാണ്. അവനവിടെ ഈ സാൻഡ്വിച്ച് മസാജും വേറെ കുറച്ച് പരിപാടികളും പബ്ബും ബാറും കുറച്ച് പോൾ ഡാൻസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശരി, പൊക്കോ. പോവാന് നീ ശരിക്കും പറയാണ് നാളെ തന്നെ പോകണമെന്നാണോ പറയുന്നത്? എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ വന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് നാളെ പോവും. പൊക്കോ, പോയി എൻജോയ്. ശരിക്കും നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പൊക്കോ ചേട്ടാ. ഓക്കെ ചേട്ടാ. ഇവളെന്തോടെ ഇങ്ങനെ പറഞ്ഞു? സംഭവം വിളിച്ച് ഞാൻ ഇതിപ്പോ തന്നെ കട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പോകും. ബൈ ബൈ. എന്നെ പൊട്ടിയാക്കിയപ്പോ സമാധാനായില്ലേ എല്ലാവർക്കും? എടി, ഞാൻ വന്നിട്ട് നിന്റെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ്. നീ കണ്ട ഈ വീഡിയോ നോക്ക്, നല്ല റീച്ച് ഉണ്ട്. ഇതിപ്പോ എല്ലാവരും കണ്ടു. എടി, ഈ അജുവിന്റെ പേജിന് ഇതുവരെ ഇത്രയും റീച്ച് കിട്ടിയിട്ടില്ല. എന്റെ അമ്മ വരെ എന്നെ വിളിച്ചു. എന്ത് വൃത്തിയായിട്ട് ട്രിപ്പാണെങ്കിലും ഭർത്താവിനെ അഴിച്ചിടുന്നൊരു ഭാര്യയായിട്ടാ എല്ലാവരും കണ്ടിരിക്കണേന്ന്. എടി, അത് വെറും ഒരു... എനിക്കറിയാം ഇതൊരു ജോക്കാണെന്ന്. പക്ഷെ നാട്ടുകാർക്കതൊന്നും അറിഞ്ഞൂടല്ലോ. നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചോ ഇതൊന്ന് അപ്ലോഡ് ചെയ്യണതിന് മുമ്പ്? ഇല്ല. നിങ്ങൾക്ക് വേണ്ടതേ ആ ലൈക്സും കമന്റും ഒക്കെയാ. ഞാനെങ്ങനെ ഫീൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കൊന്നും കേൾക്കണ്ട. ദർശി, സോറി.